യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 37-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ, അതിൻ്റെ 37-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എടുത്തൊരാന്ന് വേഗത്തിൽ വായിച്ച്. യെഹെസ്കേൽ 37-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. മതി, കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈ ഭാഗം നമുക്കറിയാം. യെഹെസ്കേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനത്തിൽ എടുത്ത് അവൻ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടു നിർത്തുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസത്തെ പ്രസംഗിച്ച സമയത്ത് ഞാൻ എടുത്തു, നമ്മൾ ജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലാക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്നാൽ എങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം എന്നുള്ള കാര്യം കഴിഞ്ഞയാഴ്ച ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ പിടിച്ചൊതുക്കാൻ അവൻ ശത്രുവിനോ സാഹചര്യങ്ങൾക്കോ കഴിയത്തില്ല എന്ന് കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിനകത്ത് കർത്താവിന്റെ വചനത്തിനകത്തുനിന്ന് ഞാൻ വ്യക്തതയോടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ 1 2 അല്ല, ആമേൻ, ഹല്ലേലൂയ, ഗുണം വരുന്നേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലാകമാനം ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോട് ഒപ്പം നടക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞതാണ്, കർത്താവിന്റെ ആത്മാവ് ഇല്ലാത്ത വ്യക്തി ആരല്ല? ദൈവത്തിനുള്ളവനല്ല. അവൻ ക്രിസ്ത്യാനി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. ഒരിക്കലും എന്താകാൻ പാടില്ലെന്ന് പറഞ്ഞു, മുക്കുവണ്ടമാകാൻ പാടില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിച്ച, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അതിന്റെ കാര്യം എന്തായിരുന്നു? ദൈവത്തിന്റെ ആത്മാവ് അവൻ യേശുവിനെ ഉയർപ്പിക്കാൻ തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇവിടെ ആമേൻ, നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനായ യെഹെസ്കേലിനെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അവൻ എഴുന്നേൽപ്പിച്ച് ആത്മാവിൽ നടത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിച്ച് താൻ നടക്കുക. എങ്ങോട്ടേക്കാ കൊണ്ടുപോയതെന്നറിയാമോ? അസ്ഥികളുടെ താഴ്വരയിലേക്ക്, ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. പുറപ്പെടുവിച്ചതാരാ? അതാ എന്റെ ഭാഗം. പുറപ്പെടുവിച്ചത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്ര ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യത്തോട് കൂടെയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ അസ്ഥി താഴ്വര മുൻപിൽ വന്നാലും, അസാധ്യമെന്ന് പറയുന്ന ഏത് മണ്ഡലം നമ്മുടെ മുൻപിൽ വന്നാലും അതിനെ സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ നാവിലൂടെ, നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ പറയും, സിസ്റ്ററെ, ഞാൻ ആരാധിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ജനിച്ചപ്പോൾ മുതൽ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനത്തെ കേൾക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ പല മേഖലകൾക്കകത്തും അവൻ ചില താഴ്വരകൾ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. അവൻ അസാധ്യത. എന്താ ഈ അസ്ഥി താഴ്വരയെ കാണിക്കുന്നേ? അവൻ വചനം പറയുന്നത് ഇങ്ങനെയാ, പ്രവാചകനെ അവൻ ആത്മാവിൽ എടുത്ത് അവൻ ഏറ്റവും വിശാലമേറിയ ഒരു അസ്ഥി താഴ്വരയുടെ നടുവിൽ കൊണ്ടു നിർത്തുക. വചനം പറയുന്നു, ആ താഴ്വര മുഴുവനും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒന്നുകൂടെ എടുത്തു പറയുന്നു, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് വെച്ചാൽ അതിനി ഒരു ജീവൻ പ്രാപിക്കുക അസാധ്യം
ചോദ്യം എന്ന് പറയുന്ന തരത്തിൽ ഏറ്റവും ഉണങ്ങിയതായിരുന്നു ആ അസ്ഥിയുടെ താഴ്വര. ഹല്ലേലൂയ. പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, അല്ലയോ യഹസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളോട് തന്നെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചില വിഷയങ്ങൾ അവനുണ്ട്. എന്റെ വിഷയത്തിനകത്ത് വിടുതലുണ്ടാകുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, എന്നെ വ്യസനിപ്പിക്കുന്ന ഈ വിഷയത്തിനകത്ത്, എന്നെ സങ്കടപ്പെടുത്തുന്ന ഈ വിഷയത്തിനകത്ത്, നാളുകളായി ഞാൻ മുൻപിൽ കണ്ടുവരുന്ന ഈ പ്രശ്നങ്ങൾക്കകത്ത് ഒരു വിടുതലുണ്ടാകുമോ എന്ന് പലതവണ പല വിഷയങ്ങളെ നോക്കി ചോദിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ. പല വിഷയങ്ങളും നിങ്ങളുടെ മുൻപിൽ ഉത്തരവില്ലാത്ത ചോദ്യം പോലെ കിടക്കുമ്പോ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒന്നുകൂടെ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ വിഷയം, നിങ്ങളുടെ മുൻപിൽ കിടക്കുന്ന ആ വിഷയം, നിങ്ങളുടെ ഭാരപ്പെടുന്ന ആ വിഷയം, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ബാധ്യത, നിങ്ങളുടെ ആ സങ്കടം, അതിനെ നോക്കിയിട്ട് സ്വർഗം ചോദിക്കുക, ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകുമോ? ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രികാലം പലർക്കും പറയാനൊന്നുണ്ടാകും, കർത്താവ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ആരാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ആ വിഷയം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി, ഇന്ന് വരെ എനിക്ക് അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ എനിക്ക് അതിനകത്തൊരു വിടുതലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, എനിക്കറിയാൻ വയ്യ ഇനി അടുത്തെന്ത് സംഭവിക്കുമെന്ന്. ഇന്ന് രാത്രികാലം പരിശുദ്ധമെന്ന് പറയുക, അസാധ്യമെന്ന് നിങ്ങൾ പറഞ്ഞ അതേ മണ്ഡലങ്ങൾക്കകത്ത് അസ്ഥികളെ പോലെ കിടക്കുന്ന ചില വിഷയങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം നിങ്ങളെ ക്ഷണിക്കുക. അവൻ ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ് ഒതുക്കി കളയുന്ന അതേ മണ്ഡലത്തിനകത്ത് ചിലതിനെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ നിൽക്കുവാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രികാലം പറയാൻ പറ്റുമോ, കർത്താവേ ചിലത് അസാധ്യമെന്ന് ഞാൻ എഴുതി തുടങ്ങിയ മേഖലക്കകത്ത് ഓരോ വർഷേതരവ ചിലതിനെ ജീവിപ്പിക്കണം, അതിനുവേണ്ടി എന്നെ ശക്തീകരിക്കുവാൻ അങ്ങന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പറയാൻ പറ്റുമോ? അസാധ്യമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഒത്തിരി ആയിരിക്കാം. ഇനി ഈ വിഷയത്തിനകത്ത് വിടുതൽ വരുമോ? ഇനി ഈ വിഷയത്തിനകത്ത് മറുപടി വരുമോ? നിന്റെ ജീവിതം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറ, ഹല്ലേലൂയ, നിങ്ങളുടെ മുൻപോട്ടുള്ള സാമ്പത്തിക വിഷയങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ, ഹല്ലേലൂയ, അസാധ്യമായ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുമ്പോ കർത്താവ് പറയാ, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ അതേ മണ്ഡലത്തിനകത്ത് ഇനി പ്രാർത്ഥിച്ചാലും ആമേൻ കാത്തിരുന്നാലും വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾ ഉപേക്ഷിച്ചു പോയ അതേ മണ്ഡലത്തിനകത്ത്, എനിക്കറിയത്തില്ല ഇന്ന് രാത്രികാലം ആരോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുക, നിങ്ങൾ ഉപേക്ഷിച്ച് ഇനി അതിനകത്തൊരു പച്ചപ്പ് വരിക, അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിച്ച അതേ മണ്ഡലത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ മടക്കി വിളിക്കുകയാണ്. കർത്താവ് പറയുക, ഇന്ന് പോകുന്ന നീ ഒറ്റയ്ക്കല്ലെന്നേ, നീ എവിടെ പരാജയപ്പെട്ടില്ലേ, അവിടേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നോട് കൂടെ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞാൽ അസാധ്യമായ മേഖലയ്ക്കകത്തും ആമേൻ ഹല്ലേലൂയ, എന്റെ ഭാഷയെ പറഞ്ഞ വിശ്വാസത്തിന്റെ കുഴികളെ വിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അസാധ്യതയുടെ മേഖലയ്ക്കകത്ത്, വരണ്ടുണങ്ങിയ ആമേൻ മരുഭൂമിക്കകത്ത് വെള്ളമില്ലാതെ വലയുന്നു, വിശ്വാസത്തിന്റെ കുഴികളെ വെട്ടി ആമേൻ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയായി, വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയായി നമ്മൾ നിൽക്കണമെന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കാത്തിരിക്കുന്നവരുണ്ടോ? നിങ്ങളെ വന്ന വഴിക്ക് എവിടെയോ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ തെളിയാത്ത വെള്ളം നിങ്ങളുടെ പിന്നാലെ ഒഴുകി വന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുഴികളെ നിറയ്ക്കുവാൻ. ഒരിക്കൽ എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് 3 രാജാക്കന്മാർ പോകുമ്പോൾ അവർക്ക് പറയാനൊന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസമായി വെള്ളം കാണാൻ കഴിയാതെ, കുടിക്കാൻ വെള്ളം കിട്ടാതെ അവരും അവരെ മൃഗവാഹനങ്ങളും മരുഭൂമിക്കകത്ത് വല്ലാതെ വലഞ്ഞ് വാടി തളർന്ന പ്രവാചകന്റെ അടുക്കൽ വരുന്നേ. പ്രവാചകനോട് പറയുക, കുടിക്കാൻ വെള്ളമില്ല. പ്രവാചകൻ പറഞ്ഞു, അല്ലൊരു കാര്യം ചെയ്യുക, താഴ്വരയിൽ കുഴികളെ വെട്ട, എന്നിട്ട് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിച്ച് തൃപ്തിപ്പെടാത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ.
അവർ ചിന്തിച്ചു, കാറ്റും മഴയും ഇല്ലെങ്കിൽ പിന്നെ വെള്ളം വരുന്നത് കുഴിക്കകത്ത് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുകയില്ലേ, അതുപോലെ വെള്ളം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വചനം പറയുന്നത് എന്തെന്നറിയാമോ? അവർ കുഴിച്ചിട്ടും വെള്ളം വന്നില്ല. പക്ഷെ പ്രഭാതയാഗത്തിന്റെ സമയത്ത് ഇവരേതു വഴി വന്നു, അവരുടെ പുറകേന്ന് ഇവരേതോ വഴിയാ വന്നേ, അതേ ഏതോ വഴിയായി ആമേൻ വെള്ളം ഒഴുകി വരിക. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയും, ഇവർ വന്നപ്പോൾ ഇവരുടെ കണ്ണ് മറഞ്ഞിരുന്നു, ഇവർക്കുള്ള നന്മ പലതും മറഞ്ഞിരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ വന്ന വഴിക്കകത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടിരുന്ന നന്മകളെ കാണാൻ കഴിയാതെ പലതിൻ്റെയും മുൻപിൽ പിശാച് നിങ്ങളെ കണ്ണുകളെ മൂടി വെച്ചായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം രാത്രികാലം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്നിട്ട്, കർത്താവേ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, വിശ്വാസത്തിന്റെ കുഴികളെ വെട്ടിയിട്ട് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഉറപ്പോടെ പറയാ, പിന്നാലെ ചിലത് ഒഴുകി വരുന്നുണ്ട്. ഇന്നലകളിൽ നീ വിഷമിച്ചതിനാ, ഇന്നലകൾ നീ ഭാരപ്പെട്ടതിനാ, ഇന്നലകൾ നീ കരഞ്ഞതിനാ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ മറുപടി പലതും നിന്റെ കണ്ണിൽ പെട്ടില്ല. പക്ഷെ വിശ്വാസത്തിന്റെ കുഴികളെ കുത്തി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരുണ്ടോ? പിന്നാലെ ചില വിടുതലുകൾ നിന്നിലേക്ക് ഒഴുകി വരിക. വിശ്വാസത്തിന്റെ കുഴികളെ കുത്തി ഒന്ന് കാത്തിരിക്കുന്നു, സ്വർഗ്ഗമാ വിടുതലുകളെ കൊണ്ടുവരട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? നമ്മുടെ ചിന്തയ്ക്ക് അസാധ്യമാ. പ്രവാചകനോട് ചോദിക്കാൻ, അല്ലയോ യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയും, ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്കറിയാം. അസാധ്യമായിരുന്നിടത്ത് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ചില അത്ഭുതങ്ങൾ വന്നത്, ചില അത്ഭുതങ്ങൾ നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ബുദ്ധിക്ക് ഈ അസ്ഥികൾക്ക് ഇനി ജീവൻ വെക്കത്തില്ല. എൻ്റെ മാനുഷിക ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഈ അസ്ഥിക്കകത്തോട്ട് ജീവൻ വരാൻ ഒരു കുഞ്ഞ് പെർസെൻറ്റേജ് പോലും ചാൻസ് ഇല്ല. പക്ഷെ എനിക്കൊന്നറിയാം, ഇതിനകത്തുനിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള ഒരുവനോടാ ഞാൻ മറുപടി പറയുന്നത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മറുപടി പറയും, യഹോവയായ കർത്താവേ, നീ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തിന് മറുപടി വരത്തില്ല എന്ന് എഴുതി തള്ളുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. എൻ്റെ ജീവിതം മാത്രം എന്താ കർത്താവേ ഇങ്ങനെ എന്ന് കർത്താവിനോട് പരാതി പറയുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, എന്ന് കർത്താവിനോട് പരിഭവം പറയുന്നതിന് മുൻപ് എന്ത് ചെയ്യണം അറിയാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ഈ വിഷയങ്ങൾ എന്നെ നോക്കിയിട്ട് പറയും ഇതിന് പരിഹാരം വരത്തില്ലെന്ന്, ഈ വിഷയങ്ങൾ എന്നെ നോക്കിയിട്ട് പറയുക ഇതിന് വിടുതൽ വരത്തില്ലെന്ന്. പക്ഷെ എനിക്കൊന്നറിയാം, അവൻ അങ്ങയുടെ കരത്തിന് സകലതും സാധ്യമത്രേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെഹെസ്കേൽ ഈ ദൂതിനെ ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് പറയുക, കർത്താവേ, അങ്ങേക്ക് അറിയാം, അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഈ അസാധ്യമെന്ന് പറഞ്ഞതിന്റെ നടുവിൽ അതിനെ സാധ്യമാക്കി തീർക്കുവാൻ കർത്താവേ അങ്ങേക്ക് കഴിയും എന്നെനിക്കറിയാം. ഹല്ലേലൂയ. പ്രവാചകൻ പറയുക, എൻ്റെ ഹിതത്തിൽ, പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, എൻ്റെ ഹിതത്തിന് വേണ്ടി നിന്നെ വിട്ടു തന്നതുകൊണ്ട് പുറപ്പെടുവിച്ചത് ഞാനാ, കൊണ്ടുവന്നത് അസ്ഥി താഴ്വരയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ മധ്യത്തിലും നിന്നെ നിരാശപ്പെടുത്താതെ നിന്നിലൂടെ ചിലതിനെ ദൈവം ചെയ്തെടുക്കാൻ പോവുക. ഞാൻ പറയാം, പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ചിലത് ദൈവാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രാത്രികാലം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നിൽക്കുന്നത് ആത്മാവിനോട് കൂടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രവാചകനോട് പറയുക, ഞാൻ പുറപ്പെടുവിച്ചെങ്കിലേ ഒരിക്കലും നിങ്ങൾ ശൂന്യമായി പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങളൊരു ബിഗ് സീറോ എന്ന് നിങ്ങളെ നോക്കി ലോകം പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നിന്ദിക്കാൻ കുറച്ച് ദിവസം ചിലരുടെ മുമ്പിൽ നിങ്ങളെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ എന്നേക്കുമായി നിങ്ങളെ വിട്ടുകൊടുക്കാത്ത ഒരുവൻ
എല്ലാവരും മാറി നിൽക്കുമ്പോ ചേർന്ന് വന്നിട്ട് ഹല്ലേലൂയ, ആരൊക്കെ മാറിപ്പോയാലും മാറാത്തവനായി ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അവൻ നിന്നെ ചേർത്തണച്ച് മാറോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ഓ, ലോകം പറയും നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, പരാതിയും പരിഭവവും കുറ്റവും കുറവും ഒക്കെ പറയുമ്പോൾ കർത്താവ് പറയും, ആരൊക്കെ മാറ്റി നിർത്തിയാലും എൻ്റെ സാന്നിധ്യം നിന്നെ മാറ്റി നിർത്തത്തില്ല. ഹല്ലേലൂയ. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ ഒന്നും സാധ്യമല്ല എല്ലാം അസാധ്യമാണെന്ന് പറഞ്ഞാലും അവരുടെ മുൻപിലും നിന്നെ വിട്ടുകൊടുക്കാതെ എന്നോട് ചേർത്ത് പിടിക്കുവാൻ എൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുക. ഇന്ന് പകൽക്കാലം ഇറങ്ങി തിരിച്ചത് ആമേൻ പ്രാർത്ഥനയോടെയാണെങ്കിൽ, ഓരോന്ന് ചെയ്തു തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോടെയാണെങ്കിൽ, നീ ഒരു പരാജയമാകാൻ അനുവദിക്കാത്തവൻ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഇറങ്ങുക. പറയും, വായി തുറക്ക, നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ പുറപ്പെടുവിച്ച ഈ അസ്ഥികളെ കുറിച്ച് നിന്നെ ബോധവതിയാക്കിയത്, നിന്നെ ബോധവാനാക്കിയത്, നിന്റെ ജീവിതത്തിനകത്തുള്ള ചില ശൂന്യതകളെ കുറിച്ച് നിന്നെ ഒന്നുകൂടെ അറിയിച്ചു തന്നത് എന്തിനാണെന്നറിയാമോ? ആ ശൂന്യതകളെ കണ്ട് അയ്യോ ഞാൻ ഉണങ്ങിപ്പോയി, അയ്യോ ഞാൻ നശിച്ചു പോയി, അയ്യോ ഞാൻ ശൂന്യമായി പോയി എന്ന് പറഞ്ഞ് ആമൻ കരയാനല്ല. അതിൻ്റെ നടുവിൽ സ്വർഗത്തിന് നമ്മളെ വേണം. എന്തിനെന്നറിയാമോ? ചിലതിനെ ജീവിപ്പിക്കാൻ, ചിലതിനെ ജീവിപ്പിക്കാൻ, ചിലതിനെ ജീവിപ്പിക്കാൻ. വചനം പറയുക, ആമൻ ദൈവത്തിന്റെ ആത്മാവ് എഹെസ്കേലിനോട് പറയുക, അല്ലയോ എഹെസ്കേലേ, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കൂ. യഹോവയുടെ ആത്മാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുക. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ എൻ്റെ ശ്വാസത്തെ നിങ്ങളിലേക്ക് അയക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ എൻ്റെ ശ്വാസത്തെ നിങ്ങളിലേക്ക് അയക്കുന്നു. ഇത് പറയുന്നത് ആരാ? പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നേ. പ്രവാചകനോട് പറയുന്നു, നീ പറയുക. ആര് പറയണം? നമ്മൾ പറയണം. ആത്മാവിനാൽ നമ്മളെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ചില അസ്ഥിത്താഴ്വരെ കുറിച്ചുള്ള ബോധവും വേദനയും ഞെരുക്കവും ഇച്ചിരി സങ്കടവും അതിനെക്കുറിച്ചുള്ള ഒരു എന്ത് പറയുക, ഒരു ആമേൻ എരിവും നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കൊണ്ട് ചില ചെയ്യിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട്. ലോകം പറയും നമ്മൾ നിസ്സാരന്മാരാണ്, ദേശം പറയും നമ്മൾ നിസ്സാരന്മാരാണ്. പക്ഷെ സ്വർഗം പറയും എനിക്ക് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കണം. ഹല്ലേലൂയ. നിസ്സാരന്മാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ നമ്മൾ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ ഉരുവാകും. ഹല്ലേലൂയ. അസാധ്യമെന്ന് പറയുന്നതിന്റെ നടുവിൽ ചിലത് സാധ്യമായി വരും. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഷാജി പറയും, നോ നോ നോ, നീ രക്ഷപ്പെടത്തില്ല, നീ ഉയരത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീ തല ഉയർത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ലോകം നിങ്ങളെ നോക്കി തള്ളി പറയുമ്പോ, ലോകം നിങ്ങളെ മാറ്റി നിർത്തുമ്പോ, നിങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറയുമ്പോ സ്വർഗം പറയും നിങ്ങൾ നിസ്സാരന്മാരായിരിക്കാം, പക്ഷെ നിങ്ങളിൽ ഞാൻ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനാൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വാക്കുകളോ ഞാൻ ചിലതിനെ ജീവിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി എന്താണെന്നറിയാമോ? വായി തുറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് എന്താണോ പറയുവാൻ നമ്മളോട് പറയുന്നത് അതിനെ പറയുക മാത്രമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ബുദ്ധിയെയും പിശാചിന്റെ വാക്കുകളെയും. ഏറ്റവും നെഗറ്റീവ് പറയുന്നത് ആരാ? അത് ആരുടെയാ? നെഗറ്റീവ് ആരുടെയാ? അത് പിശാചിന്റെയാ. നടക്കത്തില്ല, ഒന്നും കിട്ടത്തില്ല, ഉയർച്ച വരത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, നീ മരിച്ചു പോകും, നീ ഒന്നുമല്ല, നീ ശൂന്യനാണ്, നീ പൂജ്യമാണ് എന്ന് നിങ്ങളോട് അവൻ എന്തെങ്കിലും ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്നോ മറ്റുള്ള വ്യക്തികളിൽ നിന്നോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയുക അതെനിക്കുള്ളതല്ല, എനിക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വാലല്ല തലയാക്കി ഉയർത്തുമുള്ള വാഗ്ദത്തമാ. നീ ദേശത്തിന്റെ നടുവിൽ ഒരു നിന്ദയാകത്തില്ല.
ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതാണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ള ശബ്ദം. ആമേൻ. ഈ പുതിയ നിയമ കാലഘട്ടത്തിനകത്ത് വിശ്വസിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിന് പറയാനുള്ള വാഗ്ദത്തം എന്തെന്നറിയാമോ? അബ്രഹാമിനോട് പറഞ്ഞ അതേ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാകുമോ? ഗലാത്യർക്ക് ലേഖനം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഒരു 4-ാമത്തെ 5-ാമത്തെ അധ്യായമാണ്. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനാണ് യേശു കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. യേശു കർത്താവിലൂടെ ആമേൻ അബ്രഹാമിന്റെ അനുഗ്രഹം ആമേൻ ജാതികളായ നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ആർക്ക് വേണ്ടിയുള്ളതാ? എനിക്ക് വേണ്ടി. നിങ്ങൾക്കുള്ളതല്ലേ? ഉറങ്ങിയോ നിങ്ങൾ? ഉണ്ടോ? എൻ്റെ കൂട്ടതുണ്ടോ? നമ്മൾ പണ്ട് ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നേ. അപ്പോൾ ഈ ഉറക്കം വരുന്ന പിള്ളേരോട് പറയും, എഴുന്നേക്ക്, കൈ ഉയർത്ത്, കൈ താഴ്ത്ത്. ഇത് പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞ മലയാളത്തിൽ, അവിടെ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ. അവർ 4 പ്രാവശ്യം ആകുമ്പോൾ അവൻ്റെ ഉറക്കം ഏത് വഴി പമ്പ എടുപ്പോന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒന്നിലും പറയും 2 പ്രാവശ്യം ക്ലാസ്സിൻ്റെ അടുത്ത് വലം വെച്ചിട്ട് വാന്ന് പറയും. ഹല്ലേലൂയ. ഉറക്കമൊക്കെ പോവും. ഇവിടെ ആർക്കും ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്ക്. അയ്യോ, ഈ ശബ്ദമൊന്നും പോരെ. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഫാസ്റ്റിംഗ് ആയിരുന്നോ? ആർക്കും ശബ്ദം ഇല്ലല്ലോ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ. ആമേൻ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിന്റെ ആർക്ക് വന്നേക്കുക? ജാതികളായ നമ്മുടെ മേൽ വന്നിരിക്കുവാണ്. അപ്പൊ ഈ അനുഗ്രഹം ആർക്കുള്ളതാ? എനിക്കുള്ളത്. നിങ്ങൾക്കുള്ളതല്ലോ? നിങ്ങൾക്കുള്ളതല്ലോ? ആണോ? നിങ്ങൾക്കുള്ളതാണോ? പറയേ. അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്കുള്ളതാന്ന് പറയേ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്ക് വേണ്ടിയ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എല്ലാം എനിക്കുള്ളതാ. ആ, പറയുന്നവർ അനുഗ്രഹം പ്രാപിക്കും, പറയാത്തവര് ഇന്നത്തെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. പറയാൻ തുടങ്ങണം. എന്താ കാര്യം? അത് നമുക്ക് അവകാശമായി തന്നതാ. ഹല്ലേലൂയ. അതെങ്ങനെ പ്രാപിക്കാൻ പറ്റുന്നേ? ഒഴിഞ്ഞു കിടക്കുന്ന അരിക്കലത്തെ നോക്കിയിട്ട് പറയണം. ആമേൻ. ഒഴിഞ്ഞ കലമല്ല, എനിക്ക് അവകാശം പറഞ്ഞത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. എന്റെ അനുഗ്രഹത്തെ ദേശത്തിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്റെ നന്മയെ ദേശത്തിന് ഒതുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശൂന്യമായി കിടക്കുന്ന വയറിനെ നോക്കി ആമേൻ കുടുംബത്തിനകത്ത് ആരും ദൈവസന്നിധിയിൽ വന്നില്ലേ? പറയാ, ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എന്റെ കുടുംബവും എന്റെ കർത്താവിനുള്ളത്. അത് അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം തരുന്ന വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. മക്കളില്ലാത്തവരുണ്ടോ? പറയാ. ആമേൻ. ദൈവം എന്നെ ജാതിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നീ ഒരു ശാപമാണ്. ലോകം മുഴുവനും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞാലും പറയാ, നോ 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 നോ, ഞാനൊരു ശാപമല്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞത് ഞാനൊരു അനുഗ്രഹമാണെന്ന്. നമുക്ക് പറ്റുന്ന അബദ്ധം എന്തെന്നറിയാമോ? ലോകവും പിശാചും പറയുന്ന സകല വിഡ്ഢിത്തത്തെയും നമ്മൾ വായ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവര് പറയും നീ നന്നാകത്തില്ല എന്ന് ഒരു തവണ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ നോർമലി പറഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ നന്നാകത്തില്ലെന്ന് ഒരു തവണ അവര് പറഞ്ഞ നമ്മൾ പറയും, എന്നാൽ അവരെന്നെ നോക്കി ഞാൻ നന്നാകത്തില്ലെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ ഒരു 10 പേരത്ത് പറയുമ്പോൾ അവർ ഒരു പ്രാവശ്യം പറഞ്ഞു, നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എന്ത് പറയണമെന്നറിയാവോ? നിങ്ങൾ നന്നാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അതെനിക്ക് അനുഗ്രഹത്തിനായി എന്റെ തലമേൽ വരുത്തുന്ന ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് എന്റെ തലമേൽ ഒരു ശാപം വന്നാൽ അത് ശാപമായിട്ടല്ല എന്റെ തലയിലേക്ക് വന്ന് വീഴുന്നത്, അതൊരു അനുഗ്രഹമായിട്ടാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം തിരിച്ചറിയണം ഇതിനെ. നമ്മുടെ വായിക്കൊണ്ട് നെഗറ്റീവ് എടുത്തു പറയരുത്. ഓ, അവര് പറയുന്നതല്ല നമ്മൾ, അവര് പറഞ്ഞോട്ടെ, അവര് പറയാനാ ദൈവം അവരെ ആക്കി വെച്ചേക്കുക. പണ്ടൊരിക്കൽ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. സമയം ഓടുക.
ഞാൻ നിർത്താന്ന് പറയുന്ന സമയമായി. അവൻ പണ്ടൊരിക്കൽ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ദാവീദിന്റെ അടുക്കൽ, ദാവീദിന്റെ പുറകെ നടന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ശപിക്കുക. അദ്ദേഹത്തിന്റെ പേര് ശിമയി എന്ന. അവൻ വാസ്തവത്തിൽ ശൗല് മരിച്ചതിന് ദാവീദിന് റോളൊന്നുമില്ല. ദാവീദ് പാവം ശൗല് കൊല്ലാൻ നടന്നപ്പോ പുള്ളിക്കാരൻ ജീവനും കൊണ്ട് ഓട്ടവാ. അങ്ങും ഇങ്ങും പല രാജ്യങ്ങളിൽ ചെന്ന് ഒളിച്ചിരുന്ന് തന്റെ ജീവൻ എടുക്കാതെ ശൗലിന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയതല്ലാതെ ശൗലിന് നേരെ വാളൊങ്ങാൻ ദാവീദ് തുനിഞ്ഞില്ല. പക്ഷേ എങ്കിലും ശൗലിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മരണം ശത്രുവിന്റെ രൂപത്തിൽ ശൗലിനെ തേടി വന്നപ്പോ ശിമയി പുറകെ നടന്ന് ശപിക്കുക. നിന്റെ യജമാനെ കൊന്നവനാ നീ, അതുകൊണ്ട് നീ ശാപമാന്ന് പറഞ്ഞ് പുറകെ നടന്ന് ശപിക്കുക. ദാവീദിന്റെ പടനായകനായ യോബാബ് തിരിഞ്ഞിട്ട് ദാവീദിനോട് പറയുക, അല്ലയോ ദാവീദേ, നോക്കി ഈ പറഞ്ഞ ഭാഷ ഇങ്ങനെ വന്ന് നമ്മുടെ പുറകെ നടന്ന് അങ്ങേ ശപിക്കുന്നത് കാണുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവനെ കൊന്നുകളയാം, വെട്ടിക്കളയട്ടെയോ? ദാവീദ് പറയാ, വേണ്ട. ആമേൻ. ഇപ്പൊ എന്നെ പ്രാകാൻ ദൈവം അവനെ ആക്കി വെച്ചേക്കുക. ഓ, കേൾക്കുന്നുണ്ടോ എന്നെ? ദാവീദ് എന്താ പറഞ്ഞേ? ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളെ നിന്ദിക്കാനും നിങ്ങളെ വേദനിപ്പിക്കാനും ചിലരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അവരെ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണ്ട? വ്യസനിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ. അവൻ എന്ത് വന്നാലും കർത്താവ് എനിക്ക് നന്മയ്ക്കായിട്ട് ചെയ്യുമെന്നുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ ഇപ്പോ എന്നെ പ്രാകാൻ വേണ്ടി ദൈവം അവനെ ആക്കി വെച്ചേക്കുക. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ? ഈ ദേഹം പറഞ്ഞ സകല ശാപങ്ങളും എന്റെ തലമേൽ എന്റെ ദൈവം കൊണ്ടുവരുന്ന അനുഗ്രഹമായിട്ടാ. കേട്ടോ നിങ്ങള്? ഈ പറയുന്ന സകല ശാപങ്ങളും അനുഗ്രഹമായിട്ട് എന്റെ തലമേൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നേ. ആമേൻ. അതുകൊണ്ട് ടിപ്പറും കൊണ്ട് ട്രിപ്പറിൽ കൊണ്ട് മണ്ണും തട്ടിയിട്ട് ചിലർ പറയും, അയ്യോ, ഞങ്ങൾ പോകുമ്പോൾ കേൾക്കുന്ന ഡയലോഗാ, സിസ്റ്ററെ അവര് മണ്ണ് വാരി ഇങ്ങനെ എറിഞ്ഞിട്ട് ശപിച്ചു, എന്റെ പിള്ളേര് നന്നാകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വാക്യകത്തല്ല നിങ്ങളുടെ പിള്ളേരുടെ അനുഗ്രഹം ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, അവരെന്ത് ശപിച്ചാൽ അതിന്റെ 10 മടങ്ങായിട്ടാ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയോ നീ ആരാധിക്കുന്നത്. തിരിച്ചറിവ് വരണം. അവൻ ശപിച്ചെന്ന് പറഞ്ഞ് ശത്രു നിന്റെ നേരെ നോക്കി നിനക്ക് വിരോധമായി സംസാരിച്ചെന്ന് പറഞ്ഞ് അവന്റെ വാക്കല്ല നിന്നെ നടത്തുന്നത്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളെ നടത്താൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ശാപത്തിനും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ചിലതിനെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് നന്മയ്ക്കാന്ന് വിചാരിച്ചോ. ചിലതിനെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് കുത്താനും വേദനിപ്പിക്കാനും നിന്ദിക്കാനും പഴിക്കാനും ഒക്കെ. കർത്താവിനറിയാം ഒരു പെനീനെ ഉണ്ടെങ്കിൽ ഒരു ശമൂവേൽ വരത്തുള്ളൂ എന്ന്. അല്ലത് മനസ്സിലാവുമോ? ഹല്ലേലൂയ. ഒരു ശമൂവേലിന്റെ പിറകിൽ കരയാൻ ഹന്നയെ നിനക്ക് കണ്ണുനീര് വേണമെങ്കിൽ കുറച്ച് പെനീനമാരിൽ നിന്ന് നിങ്ങളെ കുത്തണം. നിങ്ങളുടെ പുറകിൽ ക്ഷമയോടെ കുറച്ച് ദിവസത്തെ പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, അതാ നിന്റെ വീട്ടിനകത്തുനിന്നൊരു ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുന്നത്. അതിനെ നിന്നെ കുത്താൻ ചില പെനീന്നമാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരഞ്ഞോ? കർത്താവ് അനുവദിച്ചു തരുന്ന സമയം വരെ കരഞ്ഞോ? പക്ഷേ കരച്ചിലെല്ലാം മാറിയിട്ട് അതേ ശമൂവേലിന്റെ, ഏത് ശമൂവേലിന് വേണ്ടി നീ കരഞ്ഞോ അത് ശമൂവേലിന്റെ അമ്മയെന്ന് പറഞ്ഞ ദേശത്തിന്റെ നടുവിൽ നിന്റെ തല ഉയരുന്ന ഒരു ദിവസം അത് അതിവിദൂരമല്ല. ഇന്ന് പകൽക്കാലം ചിലത് നിനക്ക് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചിലത് നമുക്ക് നിന്നയായി കിടക്കുന്നെങ്കിൽ, ചില വിഷയം നമുക്ക് സങ്കടമായി കിടക്കുന്നെങ്കിൽ പറയുക, വായി തുറന്ന് പറയുക, എനിക്കിതിനെ നന്മയ്ക്കായി മടക്കി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഉണങ്ങിയ അസ്ഥിയെ നോക്കിയിട്ട് അല്ലെ പ്രവാചകനോട് പറയുക, നിന്റെ വായി തുറന്ന് നീ പറയുക. നെഗറ്റീവ് പിശാചിൻ്റെത്. ഹല്ലേലൂയ. കർത്താവ് പറയും, ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന, സാധ്യത ഇല്ലാതെ കിടക്കുന്ന ഈ അസ്ഥികളെ നോക്കിയിട്ട് യെഹെസ്കേലേ പ്രവചിക്കാൻ തുടങ്ങുക. പൊട്ട ബുദ്ധിയെ പോലെ ആളെന്ന് പ്രവചിക്കുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സാധ്യതയില്ലാത്തടുത്ത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ, അവസാന ശ്വാസം വരെ പറയുവാൻ പറ്റുന്നുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നേ. ഹല്ലേലൂയ. ഒരു കൂട്ടം പേർ സാധ്യതയില്ലെന്ന് പറയുമ്പോ വചനം പറയുന്നു, യെഹെസ്കേൽ പ്രവചിക്കാൻ തുടങ്ങി. ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ ആമേൻ ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. ആമേൻ. അതൊരു ഡെഡ് ആമേൻ അസ്ഥിയുടെ താഴ്വര എന്നല്ല, അസ്ഥികൂടങ്ങളുടെ താഴ്വരയായി മാറി. ഹല്ലേലൂയ. അല്പസമയം കഴിയുമ്പോൾ ആമേൻ അടുത്ത് നമ്മൾ കാണുന്നത് അസ്ഥികൂടത്തിന്റെ താഴ്വര എന്നുള്ള ലെവല് മാറിയിട്ട്, ഹല്ലേലൂയ, അസ്ഥിയുടെ താഴ്വര എന്ന ലെവല് മാറിയിട്ട് കുറെ അസ്ഥികൂടങ്ങൾ കേൾക്ക്. എന്തുവാണ്? അസ്ഥിയോട് വന്ന് ചേർന്നു. ഹല്ലേലൂയ. അസ്ഥിയോട് വന്ന് ചേർന്നു. ഇപ്പൊ എന്തായി? അസ്ഥികൂടങ്ങളുടെ താഴ്വരയായി. ഈ അസ്ഥികൂടങ്ങളുടെ താഴ്വരയായി കഴിഞ്ഞപ്പോഴും എന്നാൽ പൂർണ്ണതയായോ? വിടുതലായോ? ഇല്ല. കുറച്ച് വിടുതലാകുമ്പോൾ പ്രാർത്ഥന നിർത്തിയേക്കരുത്. നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാവോ? ഒരു ലേശം വിടുതലായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊക്കെ അങ്ങ് കഴിയും. ഹല്ലേലൂയ. പിന്നെ നല്ലത് പറയുന്നതൊക്കെ അങ്ങ് കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നതൊക്കെ ഒന്നങ്ങ് തീരും. ഹല്ലേലൂയ. ആ സമയത്ത് ഈ വന്നു ചേർന്ന സംഭവം കൂടെ വീണ്ടും പൊളിഞ്ഞു വീഴും. പിന്നെ ഇതൊട്ട് കൂട്ടിയ കൂടത്തുമില്ല. ഓ ഹല്ലേലൂയ. കർത്താവ് പറയാൻ നിർത്തണ്ട, പ്രവചിച്ചോ. ആമേൻ. യെഹെസ്കേൽ പ്രവചിച്ചോണ്ടിരിക്കുക. ഞാൻ പറയും, പണിയാൻ തുടങ്ങിയോ? ആമേൻ. പണിയാൻ തുടങ്ങിയോ? പറഞ്ഞോണ്ടിരിക്കുക. ദൈവം എനിക്ക് വേണ്ടി ബാക്കിയൂടെ ചെയ്തു തരാൻ വിശ്വസ്തനാണ്. ഒരു ചെറിയ ചലനം സംഭവിപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അതിനെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരാനും എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ ദൈവം ഒന്നും പകുതി വഴിക്ക് ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവനല്ല. നമ്മളായിട്ട് ദൈവത്തെ അതിനെ നിർബന്ധിക്കരുത്. ഹല്ലേലൂയ. എന്ന് വെച്ചാ നല്ലത് പറയാൻ കർത്താവിനോട് കൂടെ നിന്ന്, പരിശുദ്ധാത്മാവിനോട് കൂടെ നിന്ന് സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. സ്വർഗ്ഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. ചെറിയ ചലനം തുടങ്ങിയോ? വീണ്ടും സംഭവിക്കും. അവൻ വീണ്ടും പ്രവചിച്ചുകൊണ്ടിരിക്കുവാണ്. വചനം പറയുന്നു, അസ്ഥിയുടെ മേൽ ഞരമ്പുകൾ വന്നു നിറഞ്ഞു. ഞരമ്പിന് മേൽ മാംസം വന്നു. മാംസത്തിന് മേൽ ത്വക്ക് വന്നു. ഹല്ലേലൂയ. ഇപ്പൊ എന്തായി? ഡെഡ് ബോഡിയുടെ താഴ്വരയായി. ഡെഡ് ബോഡികളുടെ താഴ്വര. ഹല്ലേലൂയ. അത് കണ്ടിട്ടും യെഹെസ്കേൽ പറയുക, ജീവൻ വന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകനോട് സ്വർഗം പറയുക, കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാഗ്ദത്തം എന്താ? നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തുമെന്നാണ്. അതുകൊണ്ട് അവൻ നിർത്തണ്ട, നീ വായി തുറന്ന് പ്രവചിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാ. യെഹെസ്കേൽ വീണ്ടും പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസാനത്തെ പ്രവചനം ഇതായിരുന്നു, ശ്വാസമേ 4 കാറ്റുകളിൽ നിന്നും ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക. കാറ്റിനെ വിളിച്ചു വരുത്താൻ മനുഷ്യനാകുമോ? നടക്കാത്ത കാര്യം നമ്മുടെ ചിന്തയ്ക്ക്. പക്ഷേ ആത്മാവിന് സകലതും കഴിയുന്നത്. അദ്ദേഹം തൻ്റെ കണ്ണുകൊണ്ട് കാണുക. ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു വിടുതലാണ് നമ്മൾ സംസാരിക്കുന്നേ. കണ്ണുകൊണ്ട് കാണുക. ശ്വാസം വന്നു. ഇവരൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇന്ന് രാത്രി കാലം ഞാൻ പറയാം, നമ്മുടെ മുമ്പിൽ കാണുന്ന ഒത്തിരി അസാധ്യതകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മളോട് ദിനംതോറും വിളിച്ചു പറയും, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ ലൈഫിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് നന്മയായതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഉണങ്ങിയിരിക്കുക. നിങ്ങൾ ഏറ്റവും ഉണങ്ങിയിരിക്കുക. നിന്റെ ജീവിതം ശൂന്യമാ, നീ ഒന്നിനും കൊള്ളാത്തതാ എന്ന സാഹചര്യം മുഴുവനും നമ്മളോട് വിളിച്ചു പറയുമ്പോ നമ്മൾ പറയണം, ഞാൻ വന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെട്ട യെഹെസ്കേലിന്റെ മുൻപിൽ അസ്ഥിത്താഴ്വര കാണുന്നേ. ഹല്ലേലൂയ. ഞാൻ പറയാം, പുറപ്പെടുവിച്ചത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് അവിടെ നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ട്. അവൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭാരമാകുമ്പോ നിങ്ങൾ വിശ്വാസത്തെ വിട്ടിട്ട് ഓടാനല്ല, പ്രാർത്ഥനയെ വിട്ടിട്ട് ഓടാനല്ല, ദൈവ സാന്നിധ്യത്തെ വിട്ട് ഇത്രയും വലിയൊരു അസ്ഥിത്താഴ്വര, ഇത്രയും വലിയൊരു അസാധ്യതയുടെ മണ്ഡലം എന്റെ മുൻപിൽ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് പുറകിലോട്ട് പോകാനല്ല. പറയണം, ഞാൻ നിൽക്കും. ചിലതിനെ ഞാൻ ചെയ്തെടുക്കാൻ പോവുക. കർത്താവിന് ഇതിനകത്ത് ചിലരെ വേണം കർത്താവിൻ്റെ ശബ്ദമായി മാറാൻ.
നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഞാൻ പറയുന്ന പുറത്ത് നിങ്ങളൊരു സാധാരണ വീട്ടമ്മയോ സാധാരണ ഒരു വീട്ടിനകത്തുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ശബ്ദമായി തീരാൻ, കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ, നിങ്ങൾക്ക് വിരോധമായി നിന്ന് നിങ്ങളുടെ ചെവിയിൽ നെഗറ്റീവ് പറയുന്ന പൈശാചിക മണ്ഡലങ്ങളോട് അങ്ങനല്ല, എന്നെ വിളിച്ച ദൈവം, എന്നെ പുറപ്പെടുവിച്ച ദൈവം എന്റെ അസാധ്യതകളെ മാറ്റി എന്റെ ജീവിതത്തിനകത്ത് നന്മയായത് ചെയ്തെടുക്കും എന്ന് വിശ്വാസത്തോടെ പറയുവാൻ ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളെ വേണം. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, എന്റെ വായിൽ നിന്ന് വരുന്നത് അത് ദൈവത്തിന് വേണ്ടി ചിലതിനെ ജീവിപ്പിക്കുന്നതായിരിക്കും. കർത്താവിന് അങ്ങനെയുള്ള ചിലതിനെ വേണമെന്ന് രാത്രികാലം. അസാധ്യത പറയുന്ന, അസ്തമിച്ചു എന്ന് പറയുന്ന ആ മണ്ഡലങ്ങളൊക്കെ നിരാശപ്പെടാതെ അവൻ ഇന്ന് രാത്രികാലം സ്വർഗത്തിന് ചിലതിനെ വേണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് അസാധ്യതകളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദമായി തീരാൻ പറയാൻ പറ്റും. കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ ഇതിനകത്തുനിന്ന് പുറപ്പെടുവിക്കപ്പെടുന്നത്, ഈ ഹാളിനകത്തുനിന്ന് ഞാൻ പുറപ്പെടുവിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാലാകണം. എനിക്ക് അങ്ങയുടെ ശബ്ദമാകണം എൻ്റെ ഭവനത്തിനകത്ത്. ആമേ. ഇന്ന് വരെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ പിശാചിന്റെയോ ലോകത്തിൻ്റെയോ ശബ്ദമായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം പറയണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ ശബ്ദമാകണം. അസാധ്യമായിരുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദമായി നിന്ന് ചിലതിനെ ഉരുവാക്കാൻ. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്തറിയാമോ? ഇത് ഇടിമുഴക്കം പോലുള്ളതാ. നമ്മൾ നോക്കുമ്പോഴുണ്ട് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാ ഓക്കെ ആകുന്നേ? ഞാൻ പറയും, നമ്മൾ പറയുമ്പോൾ നോർമൽ സൗണ്ട് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ മുൻപിൽ കിടക്കുന്ന അസാധ്യതയുടെ മേഖലയെ അവൻ തകർക്കുവാൻ തക്കവണ്ണമുള്ള ഇടിമുഴക്കമായി നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം അവൻ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ ഇടിച്ചു തകർക്കാൻ ശക്തിയുള്ളതായി മാറും. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഒരു ഇരുമ്പ് കൂടം കൊണ്ട് അവൻ ഒരു പാറയെ ഇടിച്ച് തകർക്കാൻ, അവൻ ഹല്ലേലൂയ, അവൻ തകർക്കാൻ അവൻ പല തവണ അടിക്കണം, പല തവണ. അതുകൊണ്ട് അവൻ പാറയെ അടിക്കണം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ശബ്ദം അവൻ അസാധ്യത മണ്ഡലങ്ങൾക്കകത്ത് അവൻ ഹല്ലേലൂയ ഒരു ഇടിമുഴക്കം പോലെ ചെല്ലും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിവെട്ടിന് ശക്തിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. നമ്മൾ ഇടി വീണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെ സംഭവിക്കാം? എന്തും സംഭവിക്കാം. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഇടി വീഴുന്നിട്ട് ചുവരിൻ്റെ ഒരു ഭാഗം പിളർന്നു. ആമേൻ. ഒരു കുടുംബത്തിൽ പോയി പറഞ്ഞു, അവർക്ക് ആമേൻ ഇലക്ട്രിക്സിൻ്റെ എല്ലാ സാധനങ്ങളും അടിച്ചുപോയി. അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു പോർഷൻ ആമേൻ ഭയങ്കരമായിട്ട് ആമേൻ ഡാമേജ് വന്നു. ഹല്ലേലൂയ, ആമേൻ. ഇടി വീഴുമ്പോൾ എന്ത് സംഭവിക്കാം? ഇതുപോലെ ദൈവത്തിന്റെ ശബ്ദമായി നമ്മൾ മാറുമ്പോ, ഹല്ലേലൂയ, നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ പറയും, സിസ്റ്റർ എനിക്കൊരു സാധാരണ ശബ്ദമല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ ശബ്ദമായി മാറണം. എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത് അസാധ്യമെന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ മണ്ഡലങ്ങളുടെ നടുവിൽ എനിക്ക് അങ്ങയുടെ ശബ്ദമായി മാറണം. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ, ഇന്നലെ വരെ നിങ്ങൾ പിശാചിന് കൊടുത്തായിരിക്കാം, ഇന്നലെ വരെ നിങ്ങളുടെ മാനുഷിക ബുദ്ധിക്ക് കൊടുത്തായിരിക്കാം, ഇന്നലെ വരെ നിങ്ങളുടെ കണ്ണിന് കാണുന്ന സാധ്യതയ്ക്കനുസരിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനെ പറയാൻ കൊടുത്തായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം സ്വപ്നം പറയുക, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ മുൻപിൽ അസാധ്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ ശബ്ദമാകാൻ നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രവാചകന്റെ ശബ്ദം പുറത്തു വന്നപ്പോ വചനം പറയുന്നു, താഴ്വരയിൽ ഭൂകമ്പം ഉണ്ടായി എന്ന്. കിടന്ന അസ്ഥികളെ ചലിപ്പിച്ച് സ്ഥാനം മാറി അതതിന്റെ സ്ഥലത്തേക്ക് വരത്തക്കവണ്ണം താഴ്വരയിൽ ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്തിന്റെ ബലത്തിലാ? ഒരു സാധാരണ പ്രവാചകൻ പറഞ്ഞ ശബ്ദം. മൈക്കൊന്നും ഇല്ലെന്ന് അദ്ദേഹം നോക്കി പറയുക, ഉണ്ടെങ്കിൽ അസ്ഥികളെ നിങ്ങൾ ദൈവ ശ്വാസം വരുത്താൻ പോവുക.
നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങൾ നോക്കി പറയാ, എന്റെ ബാധ്യതയെ തീട്ടുവാൻ കഴിവുള്ള ഒരുവൻ എനിക്ക് വേണ്ടിയുണ്ട്. മാനസാന്തരമില്ലാതെ കിടക്കുന്ന, അവൻ മദ്യപാനത്തിൽ കിടക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, ലോകത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ നോക്കി പറയാ, ഇവരെ കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാ ദൈവ സന്നിധിയിൽ കൊണ്ടുവരത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോകുക. രാവിലെയും വൈകുന്നേരവും അസാധ്യയുടെ മേഖലകൾ കാണുമ്പോഴൊക്കെ വായി തുറന്നത് പറയാ, ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങളുടെ ശബ്ദം മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ വിറപ്പിക്കുന്ന ഇടിമുഴക്കമായി നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ അസാധ്യതയുടെ മേഖലകളെ ഉടച്ചു മാറ്റട്ടെ. പുറത്തുനിന്നൊരാളുടെ ശബ്ദമല്ല, പുറത്തുനിന്നൊരു പാസ്റ്ററുടെ ശബ്ദമല്ല, പുറത്തുനിന്നൊരു വ്യക്തിയുടെ ശബ്ദമല്ല. നിങ്ങൾ പറയുന്ന സാധാരണ പോലെ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ പോലെ പിശാചിന്റെ അടിസ്ഥാനത്തെ ഉടയ്ക്കുവാൻ പോകുന്ന ആമേൻ ഇടിമുഴക്കം പോലെ ചലിക്കാൻ പോകുക. ദൈവത്തിന്റെ ശബ്ദമായി ഇന്ന് രാത്രികാലം ഇതിനകത്തുനിന്ന് സ്വർഗം ചിലരെ പുറപ്പെടുവിക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ അതേ മണ്ഡലങ്ങളുടെ നടുവിൽ ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ ഉടയ്ക്കുക. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് സംസാരിക്കത്തില്ല, ഞാൻ ശത്രുവിന്റെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്ന് സംസാരിക്കത്തില്ല, ഞാൻ കർത്താവിന്റെ ആത്മാവിനോട് കൂടെ സംസാരിക്കും, ഞാൻ കർത്താവിന്റെ ശബ്ദത്തോട് കൂടെ സംസാരിക്കും. എന്റെ മുൻപിൽ കിടക്കുന്ന അസാധ്യത മണ്ഡലങ്ങളുടെ നടുവിൽ അസാധ്യമെന്ന വാക്കല്ല എന്റെ നാവിൽ നിന്ന് വരാൻ പോകുന്നേ. ഞാൻ വായി തുറന്ന് ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ പോവുക. വിട്ടുമാറാത്ത രോഗം കുടുംബത്തിനകത്ത് കിടന്ന് അലട്ടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാ, എന്റെ കുടുംബം രോഗത്തിന്റെ സങ്കേതമല്ല, എന്റെ കുടുംബം ദൈവ സാന്നിധ്യത്തിന്റെ സങ്കേതമായി മാറാൻ പോകുക. വിട്ടുമാറാത്ത ബാധ്യതയ്ക്കകത്ത്, വീട്ടിനകത്ത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ കണക്ക് പറയുന്നവർ പറയാ, എന്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യത്തിന്റെ കണക്കല്ല വെളിപ്പെടാൻ പോകുന്നേ, എന്റെ ഭവനത്തിനകത്ത് സമൃദ്ധിയുടെ കണക്ക് വെളിപ്പെടാൻ പോകുക. അസമാധാനത്തിന്റെ കണക്ക് മാത്രം പറയുന്നവരുണ്ടോ പറയാ, എന്റെ ജീവിതത്തിനകത്ത് ഇനി അസാധ്യതയുടെ കണക്കല്ല, ദൈവത്തിന്റെ പ്രവൃത്തി. ഇത് പറയാൻ പുറത്തുനിന്നൊരു പാസ്റ്ററല്ല വേണ്ടേ, ഇതിനകത്തിരിക്കുന്നവർ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനെ പുറപ്പെടുവിക്കപ്പെടണം. നിങ്ങളുടെ മുമ്പിൽ ചില അസ്ഥി താഴ്വരകളുണ്ട്, അവിടെ പ്രവചിക്കേണ്ടത്, അവിടെ ശബ്ദമുയർത്തേണ്ടത് പുറത്തുനിന്ന് വരുന്ന ഒരു പാസ്റ്ററല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിത്വം ഇതിനകത്തുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ മൂടാൻ നിൽക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നീ പറയുന്ന വാക്കുകൊണ്ട് നീ കീഴ്പ്പെടുത്താൻ പോകുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രികാലം കണ്ണുകളും മൂടാൻ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മഹത്വം നമുക്ക് വേണ്ടി സ്വർഗം അയക്കാം.